ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് ടിപ്സ് ആൻഡ് ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നര എങ്ങനെ മാറ്റും, നമ്മുടെ മുടിയുടെ നരച്ച മുടിയൊക്കെ എങ്ങനെ മാറ്റും, നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ അത് കറുപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അകാല നരയെ ഇപ്പോൾ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി നരക്കുന്നത്. അപ്പോൾ ഈ മുടി നരക്കുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മുടി നരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മുടിയൊക്കെ നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ടൊക്കെ നമുക്കിത് കറുപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തിന് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. തികച്ചും നാച്ചുറലായിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് കിട്ടും. പിന്നെ ഇത് ചിലവർക്കൊക്കെ എഫക്റ്റ് ആവണമെങ്കിൽ ചിലപ്പം ഇത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ചിലവർക്കൊക്കെ റിസൾട്ട് കിട്ടും. ചിലപ്പോൾ ഓരോരുത്തരുടെ ഹെയർ നരച്ചേക്കുന്ന ഒരു കണ്ടീഷൻ എങ്ങനെയെന്നൊക്കെ അനുസരിച്ചിരിക്കും അവരുടെ ഇത് റിസൾട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞത് എന്തായാലും ഒരു 2 യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് ഓരോരുത്തരുടെ മുടിയുടെ ഇതനുസരിച്ച് ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഡേയ്സും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനത് എത്ര ദിവസത്തേക്കെന്ന് പറയുന്നത് ചിലവർക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല എഫക്റ്റീവ് ആയിരിക്കും, ചിലവർക്ക് ഒറ്റ രാത്രി അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച. അതൊക്കെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പം ഇന്നത്തെ ഞാൻ ഉണ്ടാക്കുന്ന നാച്ചുറൽ ഹെയർ ഡൈയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡറിനെ പറ്റി പറയുകയാണെങ്കിൽ കോഫി പൗഡറിൽ കാഫീൻ എന്നുള്ളൊരു കണ്ടൻറ്റ് ഉണ്ട്. ഈ കണ്ടൻറ്റ് നമ്മുടെ ഹെയർ ഡൈ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊരു കളറിങ് ഏജൻറ്റ് കൂടിയാണ് ഈ കോഫി പൗഡർ. കോഫി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ചായപ്പൊടി എടുക്കാം. ചായപ്പൊടിയിൽ നമ്മുടെ ടാനിൻ എന്നുള്ളൊരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ടാനിൻ എന്നുള്ള ഈ കണ്ടൻറ്റും നമ്മുടെ ഹെയറിന് കളർ കൊടുക്കാൻ വളരെയധികം നല്ലതാണ്. അതേപോലെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ലൊരു കളറിങ്ങും അതേപോലെ നല്ലൊരു സിൽക്കി സോഫ്റ്റ് മുടി ആകാനായിട്ടൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ തേയില അല്ലെങ്കിൽ കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കോഫി പൗഡറാണ്. ഇത് ഞാനൊരു ബ്രൂവിൻ്റെ കമ്പനിയുടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനത് തിളപ്പിച്ചെടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, അപ്പോൾ ഞാൻ കോഫി പൗഡർ എടുത്തേക്കുന്ന കാരണം 3 ടേബിൾ സ്പൂൺ നിങ്ങൾ തേയിലയാണ് എടുത്തേക്കുന്നത്. ഇതേ സെയിം ക്വാണ്ടിറ്റി 3 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് എന്നുള്ളത് ഒരു 1/2 ഗ്ലാസ് ആവുന്നത് വരെ, ഒരു 1/4 ഗ്ലാസ് ആവുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഈ തിളപ്പിച്ച വെള്ളം നമുക്ക് ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് രാവിലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ കുളിച്ചതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഹെയർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നരച്ച മുടിയുടെ ഭാഗങ്ങളിൽ പ്രത്യേകം എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും ബ്രഷ് ഉപയോഗിച്ച് നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ രാവിലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കുളിച്ച് അതിന് ശേഷം മുടിയൊക്കെ ഉണങ്ങിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതിൽ വാഷ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് സാധാരണ പോലെ കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഇതിൽ നിങ്ങൾക്ക് ഓയിൽ ഇടുന്നതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യുന്ന പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സാധാരണ പോലെ എല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കോഫി പൗഡർ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് ഉണ്ടാവും ഇതിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അങ്ങനെ ഒരു സൈഡ് എഫക്ട്സും ഇതിലില്ല. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കോഫി പൗഡർ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ഹെന്നയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെന്നയിൽ മിക്കവരും കോഫി വാട്ടർ അല്ലെങ്കിൽ അതേപോലെ തേയില വെള്ളമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? നല്ലൊരു കളറിങ് കിട്ടാനും നല്ലൊരു ഷൈനിങ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെന്നയിലും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ മുമ്പേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഹെന്ന യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ആ ഒരു കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറൊക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. ആ ഒരു റെഡിഷ് കളർ കുറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോഫി വാട്ടർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിയെ ചിലവർക്ക് പെട്ടെന്ന്, അതായത് 2 മിനിറ്റ് കൊണ്ട്, ചിലവരുടെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇതിനൊരു റിസൾട്ട് കിട്ടുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി പകലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കോഫി പൗഡറിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ കോഫി വാട്ടറിൻ്റെ ഒപ്പം തന്നെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു റോസ് വാട്ടറിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ഹെയറിന് ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ ഇത്തിരി എസൻഷ്യൽ ഓയിൽസൊക്കെ എന്തെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഹെയറിലെ ആ ഒരു കോഫി വാട്ടറിൻ്റെ സ്മെല്ല് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടാകുന്ന കോഫി വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒരു ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.